ടോപ്പ് 5 ബെസ്റ്റ് ആനിമെ ഓഫ് 2024 ആണ് ഈ വീഡിയോ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. ഈ റാങ്കിങ് ഞാൻ തന്നേക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ താഴെ നിങ്ങളുടെ ടോപ്പ് 3 ആനിമയുടെ പേരെഴുതണം. ഓക്കെ ഗൈസ്, ഈ ചാനൽ ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് കാണിക്കാൻ നോക്കുക. ലൈക്ക് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ആസ് യു നോ. ബട്ട് കേരളത്തിൽ ആനിമെ കമ്മ്യൂണിറ്റി വളരെ വീക്കാണ്. ഭയങ്കര ഷോക്കാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോക്കും. 1-2 ചാനൽസ് എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇടുന്നുണ്ട്, അതല്ലാണ്ട് 1-2 പേര് സജസ്റ്റ് ചെയ്യും. അതുപോലെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഐ വോണ്ട് ടു മേക്ക് എ ബിഗ് കമ്മ്യൂണിറ്റി ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അധികം ബോറടിപ്പിക്കാണ്ട് ലെറ്റ്സ് ഗെറ്റ് ഡൗൺ ടു ദ വീഡിയോ. ഓൺ ദ 5th നമ്പർ വി ഹാവ് ഡീമൺ സ്ലെയർ. ഡീമൺ സ്ലെയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഓർമ്മ തന്നെ ആ മൂസാൻ്റെ വോക്കാണ്. ലാസ്റ്റ് എപ്പിസോഡ് ആ വോക്കും പിന്നെ ആ ആനിമേഷനും എല്ലാം അടിച്ച് പൊളിക്കും. മാങ്ക വായിച്ച എല്ലാവർക്കും അറിയായിരിക്കും. ഇനി ഡീമൺ കാസലിൻ്റെ അകത്തിരുന്ന് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ മാങ്ക വായിച്ചവർക്ക് മാത്രമേ അറിയാവുള്ളൂ. നിങ്ങൾക്ക് മാങ്ക വേണമെങ്കിൽ താരെ മെൻഷൻ ചെയ്യുക, നിങ്ങൾക്ക് മാങ്ക എക്സ്പ്ലനേഷൻ വീഡിയോ വേണമെന്ന്, അതുകൊണ്ടാക്കി സെറ്റാക്കാം. അതല്ലാണ്ട് ഡീമൺ സ്ലെയറിൽ വേറൊന്നും പ്രത്യേകിച്ച് നടന്നില്ല. ആ മൂസാൻ്റെ വോക്ക് മാത്രമായിരുന്നു ആ ഇൻ്റർനെറ്റ് മൊത്തം വൈറലായിരുന്നു. റീൽസിലും യൂട്യൂബിലും എല്ലാ ആ സമയത്ത് വൈറലായിരുന്നു. അതല്ലാണ്ട് എടുത്തു പറയാൻ ട്രെയിനിങ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ താഞ്ചൂർ അവിടെ ഇരുന്ന് ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയാനാണ് ജെനുട്സുയുടെ ആ കാസലിലേക്ക് താഴെ പോകുമ്പോൾ ഉള്ളൊരു വീഴ്ച ഉണ്ടല്ലോ, കണ്ണുറക്കണം, അതും അടിപൊളിയായിരുന്നു. 1-2 കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ആ ട്രെയിനിങ് ആർക്കിൽ കണ്ടില്ലാത്തതുകൊണ്ടാണ് ഈ ആനിമെ ഡീമൺ സ്ലെയർ ഞാൻ 5ാം സ്ഥാനത്ത് വെച്ചേക്കണം. അപ്പോൾ നെക്സ്റ്റ് ആനിമയിലേക്ക് കിടക്കാം. ഓൺ ദ 4th സ്പോട്ട് വി ഹാവ് മൈ ഹീറോ അക്കാഡമിയ. ഇൻ ദ മോർണിംഗ് ദ വാർ ആർക്ക് ഹാസ് ബീൻ സ്റ്റാർട്ടഡ് ആൻഡ് ദ ഫൈറ്റിംഗ്, ഓൾ ദ ഫൈറ്റ്സ് ആർ വെരി ഗുഡ്. ലൈക്ക് ഓൾ മൈറ്റ് ഉണ്ട്, ഡെക്കും ഉണ്ട്. പിന്നെ ഒട്ടും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. ബാക്കുഗോ എന്ന് പറഞ്ഞ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. He sacrificed himself in that fight, and that is a very emotional moment of My Hero Academia, because like അവൻ്റെ ആറ്റിറ്റ്യൂഡ് വേറെ ലെവലായിരുന്നു. ലൈക്ക് ഈ അവൻ എപ്പോഴും ഒരു ഗോജോ സെൻസിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലേ, പവർഫുള്ളാണ്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്ന ഒരു ക്യാരക്ടറാണ്. പലർക്കും പല ഇഷ്ടം ഉണ്ടാവുമല്ലോ. എനിക്ക് ആ ക്യാരക്ടർ ഇഷ്ടമുണ്ടായി. അപ്പോൾ അവൻ്റെ ഡെത്ത് എന്നെ ഒന്ന് സെഡാക്കി. കാരണം എനിക്ക് ആ ക്യാരക്ടർ അത്ര ഇഷ്ടമായിരുന്നു. അപ്പോൾ റീൽസിലൊക്കെ കുറച്ച് ദിവസം അതുണ്ടായി, അത് കഴിഞ്ഞ് അത് പോയി. കാരണം ഓൾറെഡി അത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തായിരുന്നു. കാരണം മാങ്കയിലെല്ലാം നേരത്തെ കാണിച്ചുകൊണ്ടേ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ആയി. ജസ്റ്റ് ലൈക്ക് ഗോജോ സെൻസിഡ് എല്ലാവരും മൂവ് ഓൺ ആയല്ലോ ഇപ്പോൾ. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ മൈ ഹീറോ അക്കാഡമിയ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ആദ്യം മുതൽ കാണുവാണെങ്കിൽ ഒരു നഷ്ടമില്ല ബ്രോ. നല്ല ആനിമയാണ്, നല്ല സ്റ്റോറിയാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നറൂട്ടോ ഐ നോ, ബട്ട് ഇറ്റ്സ് ഗുഡ് in its own way, so give it a try. Okay guys, let's go to the next anime, and the next anime that hold the 3rd place is Kaiju number 8. നിങ്ങൾ എത്ര ആൾക്കാർ ഈ ആനിമെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് it is a kind of a famous anime, not underrated, it's overrated for what I feel. നല്ല ആനിമെ ആയിരുന്നു, ഒരു ന്യൂ കോൺസെപ്റ്റ് ആയിട്ട് വന്ന്. I felt like I was seeing ആനിമെ ലൈക്ക് പാരസൈറ്റ് എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ദാറ്റ് ഈസ് ആക്ച്വലി അണ്ടർറേറ്റഡ് ആനിമെ. ഈ ആനിമെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ ഹൈപ്പ് വേറെ ലെവലായിരുന്നു. ജപ്പാനിൽ മോസ്റ്റ് വ്യൂഡ് ആനിമെ ആയിരുന്നു ഓൺ ദാറ്റ് ടൈം. നൗ ഐ ഡോണ്ട് നോ വിച്ച് ഈസ് ഇറ്റ്. കുറേ ആനിമെ ഇറങ്ങിയപ്പോൾ അതിൽ ഏറ്റവും മെച്ചപ്പെട്ട നല്ല കോമഡിയും ആക്ഷൻ പാക്കായിട്ട് ഇറങ്ങിയ കൈജു നമ്പർ 8 ആ സമയത്ത് ക്ലിക്കായി. പിന്നെ കുറേ പേർക്ക് അത് ഇഷ്ടമായി. ദ മെയിൻ ടോപ്പിക് വാസ് കുറേ പേർക്ക് അത് ഇഷ്ടമായി. അതിൻ്റെ ഒരു കോമഡിയും പിന്നെ ആ ഒരു കോൺസെപ്റ്റും അത് പലർക്കും ഇഷ്ടമായതുകൊണ്ട് അത് ക്ലിക്കായി. പിന്നെ അതിൽ ബോർ അടിക്കാവുന്നില്ല, എനിക്ക് കണ്ടുകൊണ്ടിരിക്കുക, ഒരു ബോറും അടിക്കില്ല. 12 എപ്പിസോഡ് സംതിങ്ങേ ഉള്ളൂ. അത് കണ്ട് നമുക്ക് ഒട്ടടിക്ക് ഓരോ നൈറ്റ് കൊണ്ട് തീർക്കാന്നേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് ഡൗൺ ടു ദ നമ്പർ 2 ആനിമെ. ഇതിൽ 2 എണ്ണം ഉണ്ട് ആക്ച്വലി. ഒന്ന് വിൻഡ് ബ്രേക്കർ, ഒന്ന് ക്ലാസ് റൂം ഓഫ് എലൈറ്റ്സ്. അയനക്കോജി നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ്സ് എ ഫേമസ്, ആക്ച്വലി ഫേമസ്. ദാറ്റ് ഈസ് ലൈക്ക് ട്രിക്കറി, കുറേ ബുദ്ധി ഉപയോഗിക്കണം ഇതിൽ. ഇനി അയനക്കോജിനെ പറ്റി അറിയാൻ പാടില്ലാത്തതാണെങ്കിൽ ഹീസ് എ മിസ്റ്റീരിയസ് സ്റ്റുഡൻറ്റ്. ലൈക്ക് ഹീ ഡസ് നോട്ട് ഡു ദാറ്റ് മച്ച് തിങ്, ബട്ട് ഹീ റൺസ് ദാറ്റ് ക്ലാസ്. ഒരു എക്സാമിൽ എങ്ങനെ പാസ്സാണ് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറയുന്ന കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന്. Like I wanted to know more about that character, but that did not happen. Still, it's a good anime.
ഓൺ ദ റൈറ്റ് ഹാൻഡ് വി ഹാവ് വിൻഡ് ബ്രേക്കർ. കുറേ പേര് ഇത് ടോക്കിയോ റിവെഞ്ചേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് ടോക്കിയോ റിവെഞ്ചേഴ്സിന് കാലം ഇഷ്ടമാണ് വിൻഡ് ബ്രേക്കർ. കാരണം കുറേ സാധനം റിപ്പീറ്റേറ്റീവായിട്ട് തോന്നിക്കില്ല ഈ ആനിമ. അതിൻ്റെ ക്യാരക്ടർ ഡിസൈനും പിന്നെ അതിൻ്റെ ഫൈറ്റിംഗ് സീക്വൻസ് ആയാലും അതൊക്കെ അടിപൊളിയാണ്. ഭയങ്കര ഒരു ബോർ അടിക്കാതെ നമുക്ക് കണ്ടിരുന്ന് പോവാം. മെയിൻ ക്യാരക്ടറിൻ്റെ പേര് സാക്കുറ എന്നായതുകൊണ്ട് അത് യൂസ്ലെസ് ആവില്ല എന്ന് ഈ ഒരു ആനിമ നമുക്ക് കാണിച്ചു തരും. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആനിമേഷൻ അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ സ്റ്റോറി അതേപോലെ സെറ്റാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കണ്ടിട്ടില്ലെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. നല്ല ആനിമയാണ്. ഞാൻ ക്യാരക്ടർ ഡിസൈൻ പറഞ്ഞത് ചുരുക്കായിപ്പോയി. പക്ഷേ അതിൻ്റെ ക്യാരക്ടർ ഡിസൈൻ ഓരോരോ ക്യാരക്ടർ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാവും. ഓക്കെ, അപ്പോൾ ആനിമ നമ്പർ 1 നിൽക്കുന്ന ആനിമയാണ് സോലോ ലെവലിംഗ്. നിങ്ങൾ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലയോ എന്ന് എനിക്കൊന്നും അറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം. മോസ്റ്റ് റിക്കമെൻഡഡ് ആനിമ സോലോ ലെവലിംഗ്. ഇതുവരെ സീസൺ 1 ഇറങ്ങിയിട്ടുണ്ട്. സീസൺ 2 ഇറങ്ങാൻ പോണേ ഉള്ളൂ. ജനുവരി ഒക്കെ ആകുമ്പോൾ ഇറങ്ങും. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കാണണം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, ക്യാരക്ടർ ഡിസൈൻ എല്ലാം, ആനിമേഷൻ എല്ലാം സെറ്റാണ്. കാണാത്തവർ എന്തായാലും കാണണം. നിങ്ങൾക്ക് ഒരു ഓവർ പവർഡ് ആനിമ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഈ ആനിമ നിങ്ങൾക്ക് ഭയങ്കര ഗുഡായിരിക്കും. ഫീൽ ഗുഡ് ആണല്ലോ എന്തായാലും. അതിൻ്റെ ക്യാരക്ടറിനെ കണ്ടാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ അതിൻ്റെ സ്റ്റോറി അടിപൊളിയാണ്. സ്റ്റോറി അങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല. ഒരു ഗെയിം വൈസ് സീക്വൻസിലാണ് ആ സ്റ്റോറി പോകുന്നത്. ഒരു ഗെയിം സെറ്റപ്പിൽ ഓരോരോ പവർ എക്വയർ ആവും. അങ്ങനെ സെറ്റപ്പായിട്ട് ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആയിട്ടാണ് ഈ ആനിമ പോകുന്നത്. പിന്നെ ഇതുവരെ ഒരു വേൾഡ് വന്നിട്ടില്ല. മാങ്ക വായിച്ചവർക്ക്, നോവൽ വായിച്ചവർക്ക് ശരിക്കും അറിയാം. അറൈസ് എന്ന് പറഞ്ഞ സീക്വൻസ് ഉണ്ട്. അത് ഇതുവരെ വന്നിട്ടില്ല. ലാസ്റ്റിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ ഈ ആനിമയിൽ. അത് വന്നു കഴിഞ്ഞാൽ മൂടായിരിക്കും. ആനിമ എന്ന് പറഞ്ഞാൽ വേറെ പീക്കി പോകും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ടോപ്പ് 5 ബെസ്റ്റ് ആനിമ ഓഫ് 2024. ഇതിൽ കുറേ ആനിമ ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. ബ്ലീച്ച്, പിന്നെ വൺ പീസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഗൈസ്. കാരണം അതെല്ലാം കൊല്ലം അത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇയർ 5 ആണേലും കഴിഞ്ഞ കൊല്ലം അങ്ങനെ കുറേ ഇറക്കുന്നുണ്ട്. വൺ പീസ് നമുക്ക് ഒരു ടോപ്പ് 5 ടോപ്പ് 10 വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഇറ്റ് ഈസ് ഓൾവേസ് പീക്ക്. വി കനോട്ട് ടച്ച് ഇറ്റ്. അങ്ങനെ കുറേ ആനിമ ഞാൻ പറയാതെ പോയിട്ടുണ്ട്. ഡെൻ അങ്ങനെ കുറച്ച് ആനിമ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് മെൻഷൻ ചെയ്യുക. നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആനിമ ഉണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോ വേണ്ട അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ വോയിസ് ഓവർ കുറച്ച് ഷോക്കായിട്ട് നിങ്ങൾക്ക് തോന്നി. ഐ ആം സോറി. ഐ വിൽ വർക്ക് ഓൺ ഇറ്റ് ആൻഡ് ഡെഫിനറ്റ്ലി ബ്രിങ് ദ ഗുഡസ്റ്റ് തിങ് ടു യു ഗൈസ്. So like this video, subscribe this channel because it is going to be the goodest channel you will come across in few years. I will work on this, I promise. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായും ചെയ്യണം, മറക്കല്ല്. ഓക്കെ ബൈ, സീ യു, സൈനിങ് ഓഫ്, ബൈ.